ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള സെറ്റ് ഇംഗ്ലീഷിൻ്റെ സിലബസിലുള്ള സെക്കൻഡ് യൂണിറ്റ്, അതായത് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ വിക്ടോറിയൻ ഏജിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് വിക്ടോറിയൻ ബയോഗ്രഫി. സോ അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ നമ്മൾ വിക്ടോറിയൻ ഏജിനെ കുറിച്ചും അതിൻ്റെ പ്രോസ് റൈറ്റേഴ്സിനെ കുറിച്ചും പോയറ്റ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വിക്ടോറിയൻ ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും 19th സെഞ്ച്വറിയിൽ എമേർജ് ചെയ്ത് വരുന്ന ഒരു ലിറ്റററി ജോണറാണ്. സോ അപ്പം ഈ ബയോഗ്രഫി എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ, അതായത് വിക്ടോറിയൻ ഏജിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിക്ടോറിയൻ ഏജ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് വാല്യൂസ്, ആ ഒരു എറയുടെ ആസ്പിറേഷൻസ്, ഇതിനെല്ലാം റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് പോപ്പുലറായിട്ട് വന്ന ഒരു ജോണറാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനു മുൻപും നമുക്ക് ബയോഗ്രഫീസ് ഒക്കെ കാണാനായിട്ട് പറ്റും, ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്സ് അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ബയോഗ്രഫി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു പ്രൊമിനൻസിൽ വന്ന് നിൽക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വിക്ടോറിയൻ എറയാണ്. അപ്പം നമുക്ക് ഈ ബയോഗ്രഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വിക്ടോറിയൻ ബയോഗ്രഫിയിൽ നമുക്ക് മെയിനായിട്ട് തന്നിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ റസ്കിൻ, ലിറ്റൺ സ്ട്രാച്ചി ആൻഡ് ലെസ്ലി സ്റ്റീഫൻ ആണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ജോൺ റസ്കിനെ കുറിച്ചാണ്. ആൻഡ് സ്ട്രാച്ചിനെയും സ്റ്റീഫനെയും കുറിച്ചും ഒക്കെ നമ്മുടെ LMS വീഡിയോസിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മെമ്മോയർ അല്ല, ഒരു നമ്മൾ ബയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മളൊരു ഇൻഡിവിജ്വലിനെ അവിടെ മെമ്മോറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ വെർച്യൂസിലേക്ക് നമ്മൾ എംഫസൈസ് ചെയ്യുന്നു, അയാളുടെ സൊസൈറ്റൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പം ഇത് ശരിക്കും ആ ഒരു വിക്ടോറിയൻ മോറൽ ഐഡിയൽസുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ജോണറാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിലൊക്കെ ഒരു ഡൈഡാക്റ്റിക് അക്കൗണ്ടാണ്. അതായത് നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തി, ഒരുപാട് സൊസൈറ്റിയിൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. സോ ഇദ്ദേഹത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ നമ്മൾ കണ്ടുപഠിക്കണം എന്നൊരു രീതിയിൽ ഡൈഡാക്റ്റിക് അക്കൗണ്ട്സ് ആയിട്ട് തുടങ്ങിയ ഒരു ബയോഗ്രഫി ഈ വിക്ടോറിയൻ ഏജിൽ തന്നെ അനാലിറ്റിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അപ്രോച്ചിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ആ ഒരു ടൈമിലുള്ള ചേഞ്ചിങ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഈ പറയുന്നത് പോലെ ഒരു ഡൈഡാക്റ്റിക്കിൽ നിന്ന് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചസിലോട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇവിടെ ഈ ബയോഗ്രഫീസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും തന്നിട്ടുള്ള 3 റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ റസ്കിൻ, ലിറ്റൺ സ്ട്രാച്ചി ആൻഡ് ലെസ്ലി സ്റ്റീഫൻ ആണ്. ഇതിൽ റസ്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ റസ്കിൻ കുറച്ചും കൂടി ഒരു വിക്ടോറിയൻ ഐഡിയലിസ്റ്റ് ഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് മോറൽ വാല്യൂസ്, സൊസൈറ്റൽ ലെസൺസിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു വിക്ടോറിയൻ ഐഡിയൽ ഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റസ്കിൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ലെസ്ലി സ്റ്റീഫൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റീഫൻ കുറച്ചും കൂടി ഒരു സ്കോളർലി അല്ലെങ്കിൽ ഒരു നാരറ്റീവ് ഡ്രിവൻ അപ്രോച്ചാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ബ്ലെൻഡിങ് വിത്ത് ദിസ് വിക്ടോറിയൻ ട്രഡീഷൻസ്, അതായത് വിക്ടോറിയൻ ട്രഡീഷൻസും ആ ഒരു ടൈമിൽ എമേർജ് ചെയ്ത് വരുന്ന മോഡേണിസ്റ്റ് ഐഡിയാസും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് നമുക്ക് സ്റ്റീഫന്റെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. അതേ സമയത്ത് സ്ട്രാച്ചിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടുതലും ഈ വിക്ടോറിയൻ കൺവെൻഷൻസിനെ ചലഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഈ ബയോഗ്രഫിയിൽ തന്നെ ഒരു സറ്റൈറിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് കൊണ്ടുവരുന്നത് സ്ട്രാച്ചിയാണ്. സോ അപ്പോൾ 3 പേരും ബയോഗ്രഫേഴ്സ് ആണെങ്കിലും 3 പേരുടെയും അപ്രോച്ചസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഇതിൽ റസ്കിൻ വിക്ടോറിയൻ ഐഡിയലിസ്റ്റ് ഫേസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്, സ്ട്രാച്ചി അതിനെ സറ്ററൈസ് ചെയ്തുകൊണ്ടാണ്, സ്റ്റീഫൻ കുറച്ചും കൂടി ഒരു ബ്ലെൻഡിങ് ഓഫ് ദിസ് വിക്ടോറിയൻ ആൻഡ് മോഡേൺ. ഇതാണ് നമുക്ക് ഇവരുടെ 3 പേരിലും കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ജോൺ റസ്കിൻ ആണ്. ഹി വാസ് ബോൺ ഇൻ 1819 ആൻഡ് ഡൈഡ് ഇൻ 1900. ഈസ് എ വെരി റിനൗൺഡ് ആർട്ട് ക്രിറ്റിക്, ഒരു സോഷ്യൽ തിങ്കർ ആണ്, റൈറ്റേഴ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്ടോറിയൻ എറ, ആ ഒരു മോറൽ വാല്യൂസ്, ഐഡിയൽസ്, അതിൻ്റെയൊക്കെ ഒരു
അഡ്വക്കേറ്റ് ആയിട്ടാണ് നമുക്ക് പൊതുവെ റസ്കിനെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഹി അഡ്വക്കേറ്റഡ് ഫോർ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആസ് റിഫ്ലക്ഷൻസ് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സിന് കുറച്ചും കൂടി ഒരു ബ്രോഡർ കൾച്ചറൽ ക്രിട്ടിക്സും ആയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ ഇൻട്രോസ്പെക്റ്റീവ് അപ്രോച്ച് ഒക്കെ നമുക്ക് റസ്കിന്റെ ഓട്ടോബയോഗ്രഫിയിൽ കാണാൻ പറ്റും. അതായത് ആർട്ട് ഫോർ ആർട്ട് സേക്ക് അല്ല, പകരം എസ്തെറ്റിക്സിന്റെ ഒരു സോഷ്യൽ കമന്ററിയുമായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ഒക്കെ നമുക്ക് ജോൺ റസ്കിന്റെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. നൗ സ്പീക്കിംഗ് അബൌട്ട് റസ്കിൻ, he was the only child of John James Ruskin, who was a wine merchant and a pious mother, and he was educated at home ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ആർട്ടിലും ബൈബിളിലും ഒക്കെ വളരെ ഡീപ്പ് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്നത് പോലെ ആർട്ടിലോട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പോഷർ വരുന്നത് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ കളക്ഷനിലാണ്. ഈവൻ ദോ ഹി വാസ് എ വൈൻ മെർച്ചന്റ്, ഹി has got great collections of books, especially the works of JMW Turner, John Constable. അങ്ങനെ ആ ഒരു ടൈമിലുള്ള പല റൈറ്റേഴ്സിന്റെയും കളക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിറ്റററി എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ റസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് മെയിൻ കാര്യങ്ങളായിരുന്നു. ഒന്ന് റൊമാൻറ്റിക് പെയിന്റിങ്സും പിന്നെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയും. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വർക്ക്സുകളിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിലും വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹിസ് ഫാദർ വാസ് എ വൈൻ മെർച്ചന്റ്, ഹി കെയിം ഫ്രം എ വെരി റിച്ച് ഫാമിലി. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഒരു വെൽത്ത് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രാവലിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല. ഹി വാസ് റിച്ച്, ഹി വാസ് വെൽത്തി. അതുകൊണ്ട് തന്നെ ഹി ട്രാവൽഡ് അക്രോസ് ബ്രിട്ടൻ ആൻഡ് യൂറോപ്പ്. അതും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഈ ഒരു എക്സ്പോഷർ കിട്ടുന്നത് തന്നെ JMW ടേണറിന്റെ വർക്ക്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ക്രിട്ടിക്കൽ വർക്ക് ഒരു കരിയറിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സോ അത് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്ന വർക്കാണ് മോഡേൺ പെയിന്റേഴ്സ് 1843 to 1860. സോ അപ്പോൾ ഈ ടേണറിന്റെ ഡെപിക്ഷൻ ഓഫ് നേച്ചറിന്റെ ഒരു ട്രൂത്ത് ഉണ്ട്. അതായത് ടേണറിന്റെ വർക്ക്സിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു തുടക്കം തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹി വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് റൊമാൻറ്റിക് പെയിന്റിങ്. അപ്പം ആർട്ടിലുള്ള ആ ഒരു റൊമാൻറ്റിക് വ്യൂ ഓഫ് നേച്ചർ, ഫോക്കസിങ് ഓൺ ദി പർട്ടിക്കുലർ റാദർ ദാൻ ദി ജനറൽ, അതിലൊരു എംഫസൈസ് കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓഡിയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും ടു ദി അപ്രീസിയേഷൻ ഓഫ് കണ്ടംപററി ആർട്ട്. ഇനി അദ്ദേഹത്തിന്റെ വർക്ക്സുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ വി ഹാവ് ദിസ് മോഡേൺ പെയിന്റേഴ്സ്. മോഡേൺ പെയിന്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ റസ്കിന്റെ ഒരു 5 വോളിയം വർക്കാണ്. 1843 to 1860 അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു 5 വോളിയം വർക്കാണ് മോഡേൺ പെയിന്റേഴ്സ്. ആ ഒരു പേര് ഓർത്തിരിക്കുക. അപ്പൊ ഈ ബുക്ക് എഴുതി തുടങ്ങുന്നത് റസ്കിൻ 24 ഇയേഴ്സ് ഉള്ളപ്പോഴാണ്. ആ ഒരു ടൈമിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലോട്ട് ഒരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പിലുള്ള അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസിലാണ് ഈ ഒരു മോഡേൺ പെയിന്റേഴ്സിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിലുണ്ടായിരുന്ന മേജർ പെയിന്റേഴ്സ് ആയിരുന്നു ഈ JMW ടേണർ ഒക്കെ. അപ്പം അവരുടെ പെയിന്റിങ്ങിനെ, അപ്പം അവരെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് പെയിന്റിങ് ആയിരുന്നു. അപ്പം അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അതെ. അപ്പം ഇവർ പറയുന്നത് റസ്കിൻ പറയുന്നത് ഈ ടേണറിനെ പോലെയുള്ള റൊമാൻറ്റിക് പെയിന്റേഴ്സിന്റെ ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ദി ഓൾഡ് മാസ്റ്റേഴ്സ്. അതായത് നേച്ചറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിൽ ഇവർ തന്നെയാണ് സുപ്പീരിയർ, അല്ലാതെ ഇവരുടെ പ്രീകേഴ്സേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ സീനിയേഴ്സോ മാസ്റ്റേഴ്സോ ഒന്നുമല്ല. ഈ റൊമാൻറ്റിക് പെയിന്റേഴ്സ് തന്നെയാണ് നേച്ചറിന്റെ ഡെപ്പിക്ഷനിൽ പെർഫെക്റ്റ് എന്നാണ് റസ്കിൻ പറയുന്നത്. And the book also advocates for the accurate documentation of nature in art. അതായത് ആർട്ടിലുള്ളൊരു ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും, എസ്പെഷ്യലി എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ് ഇൻ ഡെപ്പിക്റ്റിംഗ് ദി നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റസ്കിൻ ഫോക്കസ് കൊടുക്കുന്ന ഒരു വേർഡാണ് ട്രൂത്ത് എന്നുള്ളത്. ഓക്കെ, അതായത് ആർട്ടിൽ എത്രമാത്രം ട്രൂത്ത് കൊണ്ടുവരാം, നേച്ചറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ട്, ഈ കോൺസെപ്റ്റ് ശരിക്കും റസ്കിൻ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. And the work was primarily written as a defense of Turner's later works, where the artist moved from detailed nature documentation to capturing natural forces and atmospheric effects. ഇനി റസ്കിൻ ബിലീവ് ചെയ്തിരുന്ന ഫിലോസഫി ഓഫ് ആർട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ റസ്കിൻ 2 കാര്യങ്ങളിൽ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒന്ന്,
ആർട്ടിസ്റ്റ് കാണുന്ന കാര്യവും ആ കാര്യം അതിൻ്റെ ഒറിജിനൽ ഫോമിലും. ഓക്കെ, സോ ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ തിങ്സ് ആസ് ദേ ആർ ആൻഡ് വാട്ട് ഈസ് സീൻ ബൈ ദി ആർട്ടിസ്റ്റ്. അപ്പം ഇവിടെ ആർട്ട് എന്ന് പറയുന്നത് ആ ഡീപ്പർ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു റൊമാൻറ്റിക് ഐഡിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് മോഡേൺ പെയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർട്ടിലുള്ള സിംബോളിസത്തിനെയാണ്, ആസ് സീൻ ത്രൂ നേച്ചർ. പിന്നെ അതുപോലെ തന്നെ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതിൻ്റെ സെക്കൻഡ് വോളിയം 1846 പബ്ലിഷ് ചെയ്തിട്ടുള്ള സെക്കൻഡ് വോളിയം എംഫസൈസ് ചെയ്യുന്നത് ആർട്ടിലുള്ള സിംബോളിസത്തിനെയാണ്. അതായത് വിച്ച് ഹാഡ് ഗോട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്, എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഹു സോ ടു റിജക്ട് ദി അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ടൈം. പിന്നെ അതിനുശേഷം ഇതിൻ്റെ സബ്സിക്വൻറ്റ് വോളിയംസ് ആയിട്ട് അദ്ദേഹം 3 വോളിയംസും കൂടി പബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ ഫൈനൽ വോളിയം പബ്ലിഷ് ചെയ്യുന്നത് 1860 പിന്നെ ഇതിൽ ഈ വോളിയംസിൽ റസ്കിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് ഇതിലെ 5th വോളിയമാണ്. ഓക്കെ, കാരണം ഇറ്റ് കൺക്ലൂഡഡ് എ ഫേസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ്. ആ ഒരു റസ്കിൻ്റെ ഒരു ഫേസ്, കരിയറിൻ്റെ ഒരു ഫേസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ വ്യൂവിൻ്റെ ഒരു ഫേസ് അവസാനിക്കുന്നത് ഈ ഒരു 5th വോളിയത്തിലൂടെയാണ്. പിന്നെ മോഡേൺ പെയിൻറ്റേഴ്സിൻ്റെ ഒരു ലെഗസി നമ്മൾ നോക്കുകയാണെങ്കിൽ 19th സെഞ്ച്വറി ആർട്ട് ക്രിറ്റിസിസത്തിൽ ഒരു പിവോട്ടൽ റോൾ ഉള്ള ഒരു വർക്കാണ് റസ്കിൻ്റെ മോഡേൺ പെയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആർട്ടിൻ്റെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്കൊക്കെ ഒരുപാട് റീസൺ ആയിട്ടുള്ള ഒരു വർക്കാണ് മോഡേൺ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ട് വേൾഡിൽ ടേണറിൻ്റെ റോള് എലിവേറ്റ് ചെയ്യാനായിട്ടും ഈ റസ്കിൻ്റെ മോഡേൺ പെയിൻറ്റേഴ്സിന് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു.
ഇനി അടുത്തൊരു വർക്കാണ് അൺഡു ദിസ് ലാസ്റ്റ്. അൺഡു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത് കോൺഹിൽ മാഗസീനിൽ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത 4 ആർട്ടിക്കിൾസ് ആണ്. അതൊരു എസ്സേ ആയിട്ട് വരുന്നതാണ് അൺഡു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതാണ്. അതായത് 18th and 19th സെഞ്ച്വറിയിലെ എക്കണോമിക് തിയറീസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് അൺഡു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ലൈസസ് ഫെയർ എക്കണോമിക്സ്. ലൈസസ് ഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്ത ഒരു ഫ്രീ മാർക്കറ്റ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പല മാർക്കറ്റിനും ഗവൺമെന്റിന്റെ ഒരു റൂളുണ്ട്, ഇതിന് ഇത്ര വിലയിൽ കൂടാൻ പാടില്ല, ഇത്ര കുറവാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷനും ഇല്ലാത്ത എക്കണോമിക്സിനെയാണ് നമ്മൾ ലൈസീസ് ഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് എത്രയാണോ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ, അതിന്റെ വില, ആ ഒരു രീതിയിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ രീതിയിലുള്ള ഒരു ഇത്. അപ്പൊ ഇതിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട്, കാരണം വിക്ടോറിയൻ ഏജിൽ ഇതൊരു ഒരു വലിയൊരു ട്രെൻഡ് ആയിരുന്നു. കാരണം ഒരുപാട് റിഫോം ആക്ട്സുകളും കാര്യങ്ങളും എല്ലാം വന്നു. എസ്പെഷ്യലി ഇൻഡസ്ട്രിയലൈസേഷനും വിക്ടോറിയൻ കോംപ്രമൈസും ഒക്കെ വന്ന ഒരു ടൈമിലാണ് ഈ ഫെയർ എക്കണോമിക്സ് വരുന്നത്. അപ്പം അതിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് അൺടു ദിസ് ലാസ്റ്റ് വരുന്നത്. സോ ദ ടൈറ്റിൽ ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദി പാരബിൾ ഓഫ് ദി വർക്കേഴ്സ് ഇൻ വൈൻയാർഡ്. അതായത് ബൈബിളില് മാത്യു 20:13-16 പാരബിൾ ഓഫ് ദി വർക്കേഴ്സ് ഇൻ വൈൻയാർഡ് വരുന്നത്. അപ്പം ഈ ഒരു പാരബിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് അതായത് ഈ വയലിൻ്റെ ഉടമസ്ഥൻ പല സമയങ്ങളിലായിട്ട് പല ആളുകളെ, പല ജോലിക്കാരെ വെക്കുന്നു, എല്ലാവർക്കും തുല്യ വേതനമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് അൺടു ദിസ് ലാസ്റ്റ് എന്നൊരു ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആദ്യം വരുന്ന ആൾക്ക് ആളോട് പറയുന്ന അതേ വേതനം തന്നെയാണ് ലാസ്റ്റ് വരുന്ന ആൾക്കും കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് ലൈക്ക് ആൻ അൺഹാപ്പിനെസ് അമംഗ് ദി ഫസ്റ്റ് കമേഴ്സ്. കാരണം അവർ ഒത്തിരി നേരം പണിയെടുത്തു, പക്ഷെ ലാസ്റ്റ് വരുന്നവർ 1 മണിക്കൂറേ പണിയെടുത്തുള്ളൂ എങ്കിലും ഇവർക്ക് 2 പേർക്കും ഒരേ കാശാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു മുറുമുറുപ്പ്. അപ്പം പക്ഷേ ഇതിൽ ഓണർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കൂലി തന്നെയാണ് ഞാൻ നിങ്ങൾക്കും തന്നിട്ടുള്ളത്, അപ്പം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര കൺസേൺ ആകുന്നുള്ളത് എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് പറയുന്നത്. അപ്പം ആ ഒരു പാരബിളിൽ നിന്നാണ് ബേസിക്കലി ഈ അൺടു ദിസ് ലാസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിൽ അദ്ദേഹം എടുക്കുന്നത്. സോ ഇതാണ് അദ്ദേഹത്തിന്റെ, അതായത് റസ്കിന്റെ എക്കണോമിക്സിന്റെ ക്രിറ്റിസിസം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത്. സോ ഹി യൂസസ് ദിസ് പാരബിൾ ടു ഡിസ്കസ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, particularly the question of who deserves a living wage rather than focusing on religious interpretation. And he criticizes economists of this time, challenging the notion of political economy as a science. അതായത് എക്കണോമിനെ നമ്മളൊരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ ഈ പറയുന്നത് പോലെ മോറൽ ആൻഡ് സോഷ്യൽ കൺസിഡറേഷൻ ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ക്രിറ്റിസിസമാണ് റസ്കിൻ എക്കണോമിക്സിൽ കൊണ്ടുവരുന്നത്. And he is also seen as a precursor to social economy. എല്ലാവർക്കും ലിബറൽ ആയിട്ടുള്ള ഒരു എക്കണോമി, and anticipates critics of industrialism and its destructive effects on nature, foreshadowing aspects of the green movement. അപ്പോൾ ഈ ഒരു ആംഗിൾ, അതായത് അദ്ദേഹം ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും കേട്ടാൽ ഏറെക്കുറെ അദ്ദേഹം എക്കണോമിക്സിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. And in 2021 July there was a question, which great essayist opposed Bentham's laissez-faire economic doctrines as morally debilitating? So നമുക്കറിയാം ജോൺ റസ്കിൻ ആണ് ഈ ഒരു തിയറീനെ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക്സിനെ എതിർക്കുന്ന ഒരു റൈറ്റർ. അൺടു ദ ലാസ്റ്റിൻ്റെ അകത്താണ് ആ ഒരു ക്രിറ്റിസിസം നമുക്ക് മെയിൻ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. And in 2022 Jan there was a question, the remark Shakespeare has no heroes, he has only heroines is made by. ഈ ഒരു റിമാർക്ക് കൊണ്ടുവന്നേക്കുന്നതും ജോൺ റസ്കിൻ ആണ്. കാരണം അദ്ദേഹത്തിന്റെ, നമ്മൾ ഇനി അത് പഠിക്കും, അദ്ദേഹത്തിന്റെ ഒരു മേജർ ഏരിയ ഓഫ് കൺസേൺ ആണ് ഷേക്സ്പിയറിയൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഷേക്സ്പിയറിയൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഷേക്സ്പിയറിന് ഹീറോസ് ഇല്ല, അദ്ദേഹത്തിന് ഹീറോയിൻസ് ആണ് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സെഡ് ബൈ ജോൺ റസ്കിൻ. പിന്നെ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ജോൺ റസ്കിൻ. സോ ഹെൻറി പൊലാക്കിലൂടെയാണ് ഗാന്ധിജി റസ്കിന്റെ ഈ അൺടു ദിസ് ലാസ്റ്റ് കാണുന്നത്. ആൻഡ് ഹി വാസ് പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് ടീച്ചിങ്സ്. ഗാന്ധി റസ്കിന്റെ ഐഡിയാസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടും അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ടും ഒരു ഫീനിക്സ് സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നു, വേർ ഓൾ വർക്കേഴ്സ് റിസീവ് ദ സെയിം സാലറി റിഗാർഡ്ലെസ് ഓഫ് ദർ റോൾ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഗാന്ധിജി കൊണ്ടുവരുന്നതും പ്രാബല്യത്തിലാക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ he was highly influenced by this book, that he translated this book into Gujarati under the name Sarvodaya, well-being of
of all, and later he paraphrased it into English in 1951. അതായത് ഇന്ത്യൻസിന് മനസ്സിലാകുന്ന ഒരു ഇംഗ്ലീഷിൽ. ആൻഡ് ദിസ് ട്രാൻസ്ലേഷൻ ഈസ് കൺസിഡേർഡ് എ കീ കമ്പോണന്റ് ഓഫ് ഹിസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫിലോസഫി. പിന്നെ റസ്കിൻ്റെ ഒരു സ്റ്റൈലും ഇൻഫ്ലുവൻസും ഒക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോസ് കുറച്ചും കൂടി ഒരു വിവിഡാണ്. ഹി വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റൊമാൻറ്റിക് പോയറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത് ആൻഡ് സ്കോട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ് ഈ പറഞ്ഞതുപോലെ ലാൻഡ്സ്കേപ്പ് ആർട്ടിനെയാണ് കൂടുതലായിട്ടും അദ്ദേഹം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചറിൽ ഹി അഡ്വക്കേറ്റഡ് ഫോർ ഗോത്തിക് റിവൈവൽ. ഹി ഓൾസോ സപ്പോർട്ടഡ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. പിന്നെ ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 വർക്ക്സുകളായിരുന്നു ദ 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചറും ദ സ്റ്റോൺസ് ഓഫ് വെനീസും. നമുക്ക് നോർമലി സെറ്റിൻ്റെ എക്സാമിന് ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കാം. അതായത് നമുക്ക് പഠിക്കേണ്ട ഓതേഴ്സ് ഒരുപാടുണ്ടെങ്കിലും അവരിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടൊരു നോളജ് ഇല്ലെങ്കിലും ഇതിൻ്റെ പേരെങ്കിലും നമ്മളൊന്ന് ഓർത്തിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മോഡേൺ പെയിൻറ്റേഴ്സിലൊക്കെ ആർട്ട് ക്രിറ്റിസിസത്തിലാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു ബ്രോഡർ കൾച്ചറൽ കൺസേൺസിലോട്ട് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഷിഫ്റ്റിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് തോമസ് കെരിയിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് ഹി ക്രിട്ടിസൈസ്ഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് ചാമ്പ്യൻഡ് എ മോറൽ മിഡീവൽ ഇൻസ്പയർഡ് സോഷ്യൽ ഓർഡർ. ആൻഡ് ഹി ഒപ്പോസ്ഡ് ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് അൺഡു ദിസ് ലാസ്റ്റ് ആൻഡ് മുനീറ പൾവറിസ്. ആൻഡ് ഹി ഓൾസോ അഡ്വക്കേറ്റഡ് ഫോർ ദി ഐഡിയ ദാറ്റ് ആർട്ട് ഷുഡ് എക്സ്പ്രസ് moral truths. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേറ്റർ ലൈഫ് ആൻഡ് ലെഗസി എടുക്കുകയാണെങ്കിൽ ഹി വാസ് അപ്പോയിൻറ്റഡ് സ്ലേറ്റ് പ്രൊഫസർ ഓഫ് ഫൈൻ ആർട്ട് അറ്റ് ഓക്സ്ഫോർഡ് ഇൻ 1870. ഫോഴ്സ് ക്ലാവിഗുറ ഒരു 1-man മന്ത്ലി മാഗസീൻ ആയിരുന്നു. അതിൽ അദ്ദേഹം വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ലേറ്റർ ലൈഫിൽ അദ്ദേഹത്തിന് ഒരുപാട് സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസും ഏലിയനേഷൻ അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിവേ ഹി ഡൈഡ് ഓൺ 1900 Jan 20th, leaving behind a legacy in art criticism, architectural and cultural criticism. പിന്നെ റസ്കിനെ കുറിച്ച് പഠിക്കുമ്പം ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപാട് വർക്ക്സുകളിൽ റസ്കിൻ്റെ ഒരു പൊട്രയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ലൂയിസ് കരോളിൻ്റെ ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ അകത്ത് ഡ്രോളിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ ഗ്രിഫോൺ, ഈ 2 ക്യാരക്ടേഴ്സിൽ ഏതോ ഒരാൾ റസ്കിനായിട്ടാണെന്നാണ് പറയുന്നത്. 2 പേർക്കും സിമിലാരിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്യം മാലോക്കിൻ്റെ ന്യൂ റിപ്പബ്ലിക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എഡിത്ത് വാച്ചൻ്റെ നോവേലായിൽ ഫോൾസ് ഡോണിൽ നമുക്ക് ജോൺ റസ്കിൻ്റെ ഒരു പോർട്രയലുണ്ട്. ജോൺ റസ്കിൻസ് വൈഫ് എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട് ഇവാ മക്ഡൊണാൾഡ്സിൻ്റെ. ദിസ് ഈസ് എ നോവൽ അബൌട്ട് ദി മാരേജ് ഓഫ് ജോൺ റസ്കിൻ, ദാറ്റ് ഈസ് ടോൾഡ് ജോൺ റസ്കിൻസ് വൈഫ്. പിന്നെ പീറ്റർ ഹോയിലിൻ്റെ ബ്രാൻഡ് വുഡ്, ദ ഇൻവെൻഷൻ ഓഫ് ട്രൂത്ത്, ദ വിമൻ ഹു ഗേവ് ബർത്ത് ടു റാബിറ്റ്സ്, മാൻലി പെർസ്യൂട്ട്സ്, സീസേം ആൻഡ് റോസസ്, ആലീസ് ഐ ഹാവ് ബീൻ, ലൈറ്റ് ഡിസെൻറ്റിങ്, ഇതെല്ലാം ജോൺ റസ്കിനെ കുറിച്ചാണ്. സോ അപ്പം നമ്മൾ ഈ വർക്ക്സുകളൊക്കെ കാണുമ്പം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോൺ റസ്കിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ നോവലാണ് ലൈറ്റ് ഡിസെൻറ്റിങ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 2014. സോ അപ്പോൾ ഇത് എല്ലാം കാണിക്കുന്നത് റസ്കിൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജോൺ റസ്കിൻ. അപ്പോൾ റസ്കിനെ കുറിച്ച് പഠിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒന്ന് ആരാണ് റസ്കിൻ, ബയോഗ്രഫിയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, മോഡേൺ പെയിൻറ്റേഴ്സ് എന്ന് പറയുന്ന വർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ, ലാൻഡ്സ്കേപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം, ഗാന്ധിജിയുടെ റോള്, പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്കി ആർട്ടിലുള്ള റസ്കിൻ്റെ പോർട്രയൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജോൺ റസ്കിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.